ബാങ്കിൽ നിന്നും പുതിയൊരു ATM കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ATM കാർഡിനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതായത് ATM കൗണ്ടറിൽ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യാനാകട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡ് ഉപയോഗിച്ച് പൈസ വിഡ്രോ ചെയ്യാനാവട്ടെ, നമുക്കതിനെ ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ATM കാർഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഗ്രാമീണ ബാങ്കിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു കാർഡാണെങ്കിൽ, ഡെബിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡിനെ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മളെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഈ ATM കൗണ്ടറിലാണുള്ളത്. ഈ ATM കൗണ്ടറിൽ നമ്മളെ കാർഡ് നമ്മളെ കയ്യിലുണ്ട്. ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു കാർഡിന്റെ ഈ ഒരു പിന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഇത് ഉള്ളിലേക്ക് ഇട്ട് ഉള്ളിലേക്ക് വരുന്ന രൂപത്തിൽ വേണം നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ എന്റെ കാർഡ് ഇൻസേർട്ട് ചെയ്തു. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ സമയം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതൊന്നും നിങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ട. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ATMന്റെ പിന്ന് എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ATMന്റെ പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും താഴത്തായിട്ട് ഗ്രീൻ പിൻ ഓർ ഫോർഗോട്ട് പിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് OTP എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 14 അക്ക ഡിജിറ്റ് അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ആ ഒരു 14 അക്ക അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീൻ കാണാം. ഇവിടെ നിങ്ങളൊരു OTP നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാകും. ആ ഒരു OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. എന്നിട്ട് കറക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ പിൻ നമ്പർ എൻ്റർ ചെയ്യണം. വീണ്ടും പിൻ നമ്പർ നിങ്ങളുടെ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ വരുന്നത്. പിൻ നമ്പർ കറക്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്ത് ഈ പിൻ നമ്പർ നിങ്ങൾ ഓർത്തു വെക്കണം. ഈ ഒരു പിൻ നമ്പർ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇങ്ങനെയാണ് ATM കൗണ്ടറിൽ ഇങ്ങനെയാണ് നമ്മൾ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്.